ഈ യൂക്രിസ്റ്റില് ഒരു ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എസെൻസിന് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ ഈ കാത്തലിക് ഡോഗ്മയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ദ ബ്ലസ്സഡ് ഇൻ ഹെവൻ കനോട്ട് കോംപ്രിഹെൻഡ് ദ എസെൻസ് ഓഫ് ഗോഡ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈവൻ ദ ബ്ലസ്സഡ് ഇൻ ഹെവൻ ഈവൻ ദ ബ്ലസ്സഡ് ഇൻ ഹെവൻ കനോട്ട് കോംപ്രിഹെൻഡ് ദ എസെൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ചിലവർ ഇവിടെ പറയുന്നത് വെച്ചാൽ യൂക്രിസ്റ്റിൽ നമുക്ക് എസെൻസ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും, വി ക്യാൻ ഈറ്റ് ദ എസെൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അതൊരു അപക്വമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ? അച്ഛൻ്റെ അഭിപ്രായം എന്താ? അത് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ തിയോളജിയുടെ ചുവട് പിടിച്ചിട്ടുള്ള, ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ തിയോളജിയുടെ ചുവട് പിടിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്താ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരരക്തങ്ങളാകുന്നു പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരുപക്ഷെ നിങ്ങളോടൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവും ആണോ? ആരെങ്കിലും ഒന്ന് മറുപടി പറയാവോ? അതെ. കാത്തലിക് തിയോളജി പറയുന്നു വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവുമാണെന്ന്. ബോഡി ബ്ലഡ് ആരും ഉതപ്പ് കേൾക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കാത്തലിക് തിയോളജി പഠിപ്പിക്കുന്നില്ല കേട്ടോ. യൂക്രിസ്റ്റിക് തിയോളജി പറയുന്നത് വിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ യഥാർത്ഥ സാന്നിധ്യമാകുന്നു, അത് ഈശോ മിശിഹ തന്നെയാകുന്നു. അരൂപിയിൽ പാലസ്തീനായിലൂടെ കയ്യും കാലും വെച്ച് തടന്നു നീങ്ങിയ കർത്താവിന്റെ അതേ കുരിശിൽ തറക്കപ്പെട്ട ക്രിസ്തുവിന്റെ അതേ ശരീരമാണ് നമ്മുടെ ഈ അപ്പവും വീഞ്ഞും എന്ന് കത്തോലിക്ക ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നില്ല, കാത്തലിക് തിയോളജി പഠിപ്പിക്കുന്നില്ല കേട്ടോ. യൂക്രിസ്റ്റിക് തിയോളജി പറയുന്നത് വിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ യഥാർത്ഥ സാന്നിധ്യമാകുന്നു, അത് ഈശോ മിശിഹ തന്നെയാകുന്നു. അരൂപിയിൽ പാലസ്തീനായിലൂടെ കയ്യും കാലും വെച്ച് തടന്നു നീങ്ങിയ കർത്താവിന്റെ അതേ കുരിശിൽ തറക്കപ്പെട്ട ക്രിസ്തുവിന്റെ അതേ ശരീരമാണ് നമ്മുടെ ഈ അപ്പവും വീഞ്ഞും എന്ന് കത്തോലിക്ക ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. അത് വിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമാകുന്നു. സത്താപരമായിട്ട് അപ്പവും ശരീരവും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറിയിരിക്കുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് പാലസ്തീനായിലെ ഭൗതിക ശരീരരക്തങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അപ്പവും വീഞ്ഞും എന്ന് കരുതരുത്. അത് ഈശോയാകുന്നു എന്നുള്ളതാണ്. ഇല്ല, അത് തന്നെ. പക്ഷേ ഈശോയാകുന്നു എന്നുള്ളതാണ്, ഞാൻ പറഞ്ഞു വരാം. ഈശോയാകുന്നു എന്നുള്ളതാണ് അതിനെ പ്രധാനം. അവിടെ സത്താപരമായ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. എന്താണ്? ഫോമും മാറ്ററും കൂടി ചേരുമ്പോഴാണ് ഒരു സംഗതി പുതിയത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അരിസ്റ്റോട്ടേലിയൻ തോമിസ്റ്റിക് ഫിലോസഫി തിയോളജി. ഇവിടെ വൈദികൻ ഉച്ചരിക്കുന്ന കൂദാശവചനങ്ങൾ ഫോം, അപ്പവും വീഞ്ഞും മാറ്റർ, അവ കൂടി ചേരുമ്പോൾ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്ന സ്പീഷീസിൽ വരുന്ന മാറ്റം എന്താണ്? എസെൻസിലുള്ള സബ്സ്റ്റൻസിലുള്ള ചേഞ്ച് ആണ്. സബ്സ്റ്റൻസ് ആണ് മാറുന്നത്. ദ സബ്സ്റ്റൻസ് ഓഫ് ദി ബ്രെഡ് ആൻഡ് വൈൻ ബിക്കംസ് ദ സബ്സ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിനൊരു സത്താപരമായ ചേഞ്ച് എന്ന് പറയുന്നത്. ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, സബ്സ്റ്റൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്ന സംഗതി. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് എസെൻസിനെ ഭക്ഷിക്കാൻ സാധിക്കുമോ? അപ്പൊ എന്താ അവിടുത്തെ ലോജിക്കൽ എറർ എന്താണ്? എസെൻസിനെ നമ്മൾ അവിടെ കോൺക്രീറ്റൈസ് ചെയ്തിരിക്കുകയാണ്. എസെൻസിനെയോ സബ്സ്റ്റൻസിനെയോ എസെൻസോ സബ്സ്റ്റൻസോ ആകാൻ അനുവദിക്കാതെ അവയെ ബ്രെഡിനെയും മാറ്ററിന്റെയും രൂപത്തിലേക്ക് നമ്മൾ എസെൻസിനെ മാറ്റിക്കഴിഞ്ഞു. എസെൻസും സബ്സ്റ്റൻസും അതിൽ തന്നെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ എസെൻസും സബ്സ്റ്റൻസും എന്ന് പറയുന്നത് സർവവ്യാപിയായിട്ടുള്ള, നമുക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മിലുള്ള ഒരു എസെൻസും സബ്സ്റ്റൻസും ആകുന്നു. പിന്നെ നമ്മുടെ ശാരീരികവും ഭൗതികവും മാനശാസ്ത്രപരമായ പരിമിതികൾ കൊണ്ട് നമുക്ക് വിസിബിൾ ടാഞ്ചിബിൾ എക്സ്പ്രഷൻ, നമ്മുടെ കോർപ്പോറിയാലിറ്റിയുടെ അനിവാര്യതയാണ് നമുക്ക് വിസിബിളും ടാഞ്ചിബിളും സ്പർശ്യവും ദൃശ്യവുമായിട്ടുള്ള പ്രതീകങ്ങളൊക്കെ ആവശ്യമാകുന്നു എന്നുള്ളത്. അവിടെയാണ് നമ്മൾ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ സത്താപരമായ ദൈവത്തെ സ്വീകരിക്കുന്നത്. മാറ്ററിന്റെ മീഡിയത്തിലൂടെ നമ്മൾ എസെൻസിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ എസെൻസിനെ അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു മെറ്റീരിയൽ കോർപ്പോറിയൽ റിയാലിറ്റി ആയിട്ട് കണക്കാക്കരുത്. ഈ ചോദ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മാറ്ററിനെ കാണുന്നു എന്നുള്ളത്, എസെൻസിനെയും കാണുന്നു എന്നുള്ളതാണ്.
അതായത് അച്ചോ ഇവിടെ വരുന്ന എന്ന് വെച്ചാല് ദ ഹോൾ യൂക്രിസ്റ്റ് ഈസ് റിയലി ആൻഡ് ട്രൂലി ദി ബോഡി ബ്ലഡ് സോൾ ആൻഡ് ഡിവിനിറ്റി ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിവിനിറ്റി ആള് വിചാരിക്കുന്ന വെച്ചാൽ എസെൻസിനെ അച്ഛൻ പറഞ്ഞ പോലെ കോൺക്രീറ്റൈസ് ചെയ്തിട്ട് അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞ ആ വ്യക്തി എടുക്കുന്നത്. അപ്പൊ ഞാൻ ആ ശരിയാണ് അച്ഛൻ പറഞ്ഞത്. ശരിയാവണ്ണം മനസ്സിലാക്കുവാണെങ്കിൽ പ്രശ്നം ഉദിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു അച്ചോ. ഇനി ആർക്കെല്ലാം ചോദിക്കാനുണ്ടോ?